ഒരു ട്രഡീഷണൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരാൾ നിന്ന് അയാൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം അഡോപ്റ്റ് ചെയ്തു. ദെൻ അയാളുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ആ സ്റ്റേജ് എങ്ങനെയാണ് കാണുന്നത്? കുറെ ടൈം, എത്ര ടൈം അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാലും വൺ ടൈം മാത്രമേ എഫേർട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ. ഈസിയാണ്, കാരണം ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ഈസി ആയിട്ട് അവരെ വീട്ടിൽ നിന്നാണെങ്കിലും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഈസി ആയിട്ട് ഒരു മൊബൈൽ ത്രൂ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ത്രൂ ലാപ്ടോപ്പ് ത്രൂ ഒക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. മാത്രം ചെയ്താൽ മതി. ട്യൂട്ടറിന് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. വൺ ടൈം കൊടുത്തു കഴിഞ്ഞാല് ഇത് മില്യൺസ് ഓഫ് യൂസേഴ്സിന്. ഹായ് ഓൾ, ടോട്ടലെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ലേണിംഗിന്റെ പല വേർട്ടിക്കലിനെ കുറിച്ചിട്ടാണ്. സോ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ അൻഷിത് ഉണ്ട്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ. ഞാൻ ടോട്ടലെക്സിന്റെ ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നത് ഞാനാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്ലി ഇ ലേണിംഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താണ് സംഭവം എന്നില്ല. ബേസിക്കലി ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇ ലേണിംഗ് എന്താണെന്നുള്ളത് അറിയാം. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ, അതായത് ഇപ്പോൾ മേ ബി ഒരു ട്യൂഷൻ സെൻറ്റർ റൺ ചെയ്യുന്ന ആളാവാം, മേ ബി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്ന ആൾ, അയാളൊരു ബിസിനസ് ഓണറാണ്. അപ്പോൾ അയാൾക്ക് ഈ ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം അക്വയർ ചെയ്തുകൊണ്ട് അയാളുടെ ബിസിനസ്സിൽ അത് കൊണ്ടുവന്നുകൊണ്ട് എന്താണ് അവർക്ക് ബെനിഫിറ്റ് ഉള്ളത്? ആക്ച്വലി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി നല്ല രീതിയിൽ കുറക്കാനും വൈഡ് ഓഫ് പ്രസൻസ് കിട്ടാനുള്ള കാര്യങ്ങളുണ്ടാവും. വൈഡ് റേഞ്ചിൽ നമുക്ക് പ്രസൻസ് കൊണ്ടുവരാന്നുള്ളതാണ്. വൈഡ് റേഞ്ച് പ്രസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിനെ അക്വയർ ചെയ്യാം, അഥവാ സ്റ്റുഡൻസിനെ അക്വയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ട്യൂഷൻ സെന്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ഓഡിയൻസിന് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. ഒരു റൂറൽ ഏരിയയിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റൂ. അതെ, അതുണ്ട്. പിന്നെ പ്ലസ് ലിമിറ്റഡ് ഓഡിയൻസിനെ, കാരണം ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആ രീതിയിലേ വരിക. ഇതിൽ അൺലിമിറ്റഡ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാനും അത് വേൾഡ് ഓഫ് റേഞ്ചിൽ വേൾഡ് വൈഡ് നമുക്ക് എവിടുന്ന് ആക്സസ് ചെയ്തിട്ട് തന്നെ ഇവരെ പഠിപ്പിക്കാൻ കഴിയും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവും, ഗ്രോത്ത് നല്ല രീതിയിലുണ്ടാവും, ഒരു ബ്രാൻഡ് വിസിബിലിറ്റിയും കൂടും. ഈ ബ്രാൻഡ് വിസിബിലിറ്റി എന്നുള്ളതുകൊണ്ട് എന്താണ് ലൈക് സൊസൈറ്റിയിൽ അവരുടെ ബ്രാൻഡ് ഒന്നും കൂടെ ഇപ്പൊ നാട്ടിലൊരു സാധാരണ ഒരു ട്യൂഷൻ സെന്ററും ഇപ്പൊ സൈലം പോലത്തെ പല ബ്രാൻഡുകളുണ്ട്. ഇവിടുന്ന് പഠിക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ബ്രാൻഡിങ്ങിന്. ഇപ്പൊ നമുക്കെല്ലാം ഇപ്പോൾ ആപ്പിൾ എന്തിനാണ് എടുക്കുന്നത്, ആപ്പിൾ ഫോൺസ് എന്തിനാണ് എടുക്കുന്നത്, ബ്രാൻഡാണ്. ആക്ച്വലി പർപ്പസ് ആൻഡ്രോയിഡിന്റെ ഉണ്ട്, എല്ലാ പർപ്പസും ഒരുപോലെ നടക്കുന്നുണ്ട്. ഒരു പരിധി വരെ 99% പർപ്പസ് ഒരുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ ബ്രാൻഡിന്റെ ഒരു വാല്യൂവിന് ആൾക്കാർ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ടോട്ടലെക്സ് നിന്ന് ചില ആൾക്കാർ ചെയ്യുന്നതും ചിലപ്പോൾ നമ്മൾ ബ്രാൻഡ് ക്രെഡിബിലിറ്റി വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതുപോലെ ഇപ്പൊ ഈ ട്രഡീഷണലി എല്ലാവരും പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോ എല്ലാവരും ട്യൂഷൻ സെന്ററിൽ പോയിട്ട് തന്നെ പഠിക്കണം. അത് ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞാല് ഇത് അവർക്ക് എന്താ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഒരു കൺസെപ്റ്റ് നമ്മുടെ ഫാമിലിയിൽ ലൈക്ക് പാരന്റ്സിന് സ്റ്റിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പോ ഓൺലൈനിലായിട്ട് സ്വിച്ച് ചെയ്തിട്ടും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ലൈക്ക് അവരുടെ പഠിത്തത്തിനെ ബാധിക്കുമോ അങ്ങനത്തെ കാര്യങ്ങൾ? വൺസ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മെന്റാലിറ്റിയാണ്. പഠിക്കാൻ താല്പര്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ എവിടുന്നും പഠിക്കാൻ പറ്റും. പിന്നെ അതുണ്ട്, പിന്നെ ഈസിയാണ്, കാരണം ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ഈസി ആയിട്ട് അവരെ വീട്ടിൽ നിന്നാണെങ്കിലും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഈസി ആയിട്ട് ഒരു മൊബൈൽ ത്രൂ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ത്രൂ ലാപ്ടോപ്പ് ത്രൂ ഒക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ആ ഒരു ഈസിനെസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എവിടെയാണെങ്കിലും അവൻ പഠിക്കും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എൻവോൾവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ മേ ബി ഒരു 5% ഉണ്ടാവും. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ഒന്ന് ഓക്കെ സൊസൈറ്റിയിലേക്ക് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനാ. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഒരു കുറച്ച് സ്റ്റുഡൻസിനെ ലാർജർ ആക്കി കഴിഞ്ഞാൽ ഹൈ വോളിയം ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആസ് എ ബിസിനസ് ആണ് അവിടെ ബിസിനസ്. അതായത് ലൈക്ക് ഒരു ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് അയാളുടെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു ട്രഡീഷണൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരാൾ നിന്ന് അയാൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം അഡോപ്റ്റ് ചെയ്തു. ദെൻ അയാളുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ആ സ്റ്റേജ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഗ്രോത്തിന് ഉപരി ഇപ്പോൾ ഇതിലേക്ക് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ആവറേജ് നമുക്കൊരു 5 lakh എക്സ്പെൻസ് ഉണ്ട്. അവർക്ക് ഒരു ബിൽഡിംഗ് ഒരു ഫർണിഷ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് ഒരു 3 to 5 ഉണ്ടാവും. ഏറ്റവും മിനിമൽ ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിന് കൊടുക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ നമുക്ക് എന്താണ്
ഒരു ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ഇത് ലാർജ് സ്കെയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ റെക്കോർഡിംഗ് ക്ലാസ്സസ് ആണ് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ വൺസ് റെക്കോർഡ് ചെയ്താൽ മതി, ഒരു അറ്റ് എ ടൈം മാത്രം ചെയ്താൽ മതി. ട്യൂട്ടറിന് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. വൺ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇത് മില്യൺസ് ഓഫ് യൂസേഴ്സിന് ഇത് എന്താണ് കുറെ ടൈം, എത്ര ടൈം അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാലും വൺ ടൈം മാത്രമേ എഫേർട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ. അത് അവർക്ക് ടൈമും കുറെ ഇങ്ങോട്ട് എടുക്കാം. അതെ, അതാണ് അതിലുള്ളൊരു മാറ്റമുള്ളത്. കാരണം ഇതാണ് സിസ്റ്റം. നമുക്ക് അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ നമ്മളെ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ ആ യൂസേഴ്സ് കുറഞ്ഞു വരും. ഇപ്പോൾ സപ്ലൈ കൂട്ടണമല്ലോ, അഥവാ പ്രൊഡക്ഷൻ യൂസേഴ്സ് വേണമല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു കോഴ്സിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇവിടെ മാർക്കറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാർക്കറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ റിസൾട്ട് എവിടേക്ക് കിട്ടുന്ന അവിടേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യണത് നമ്മളൊരു എക്സാമ്പിൾ ഒരു 1 lakhനാണ്, അല്ലെങ്കിൽ ഒരു 10K നമുക്ക് എടുക്കുന്നു. ഇപ്പൊ ഓൺലൈനിൽ റെക്കോർഡിംഗ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറക്കാം, പ്രൈസിങ് കുറക്കാൻ പറ്റും, ഒരു 5K എത്തിക്കാം. പക്ഷെ ഇവിടെ എന്താണ് ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമില് മാനേജ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, ഹയർ വോളിയം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓൾ ഓവർ ദിസ് ഇപ്പോൾ ഇവർക്ക് ഒരു എക്സ്പെൻസ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു എക്സ്പെൻസ് മാത്രമാണ് അവർക്ക് വരുന്നത്? അതോ അതിനോട് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ട്യൂഷൻ സെന്റർ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യണം, കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം മാത്രം, ഒരു ഇ-ലേണിംഗ് പ്ലാറ്റ്ഫോം മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവർക്ക് കാര്യമുണ്ട്. ഇത് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ അവിടെ ആവുമ്പോൾ അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. നമ്മളിവിടെ ഒരു പരിപാടി തുടങ്ങി ഒരു ബോർഡ് വെക്കുന്നുണ്ടല്ലോ, അതന്നെ ഒരു മാർക്കറ്റിംഗ് ആണ്, ബ്രാൻഡിങ്ങിന് ഈസിയിട്ടാണ്. അപ്പൊ ഇന്ന പോലെ തന്നെ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഇങ്ങനത്തെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതും നാട്ടുകാരെ അതല്ലെങ്കിൽ പാരന്റ്സിനെ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ ഇത് അറിയിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് ഇത് അറിയുള്ളൂ. ഇന്ന പോലെ തന്നെ മാർക്കറ്റിംഗ് 100% നിർബന്ധമാണ്. 100% നമ്മൾ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യണം. ആ വെർട്ടിക്കലിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഒന്നും കൂടി ഡീപ്ലി ഒന്നും കൂടി പോകണം. ഇപ്പോൾ ഒരു ഫസ്റ്റ് റോ എന്നുള്ള രീതിയിലേക്ക് എഡ്യൂക്കേഷൻ്റെ ഫേസ് നമുക്ക് പറഞ്ഞതിന് ശേഷം എഡ്യൂക്കേഷനിൽ തന്നെ പല വെർട്ടിക്കലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പോൾ ആൾക്കാർക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്യണം, ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് ചൂസ് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണ്ട, ചില ആൾക്കാർക്ക് ഇത് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കണം. വെറുതെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ബെറ്റർ ആവണമെന്നല്ല. ഒരു കൈൻഡ് ഓഫ് ഒരു ലാർജ് ഓഫ് യൂസേഴ്സിന് ഓക്കെയാണ്, ബിസിനസ്സുകാർക്ക് ഓക്കെയാണ്, ചില ആൾക്കാർക്ക് ഇത് പറ്റൂല. അങ്ങനെയുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ലൈക്ക് ഒരു ന്യൂ കമർ ബിസിനസ്മാൻ എന്ന് പറയും, അവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവരെങ്ങനത്തെ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആസ് എ ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇ-ലേണിംഗ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് വലിയ വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരാളത് കണ്ടിട്ടോ അതല്ലെങ്കിൽ വേറെ കമ്പനിനെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൊന്നും ആദ്യം തന്നെ ബിൽഡ് ആയിട്ടുണ്ടാവില്ല, ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ്ലി ഏറ്റവും സിമ്പിളാക്കണം. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും എഫിഷ്യൻസി ആയിട്ടുള്ള രീതിയിലേക്ക് ബേസിക് ആയിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാതെ ഒരുപാട് മാൻ പവർ യൂസ് ചെയ്യാത്ത രീതിയിലേക്ക് സിമ്പിൾ ആക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്താണ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പാടുള്ളൂ. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ശരിയാണ്. ഞാൻ ഒരുപാട് ക്ലയൻസിനെ നമ്മൾ കാണുമ്പോൾ ഇവർക്ക് എല്ലാ ഫീച്ചേഴ്സും വേണ്ടി വരും. അത് വേണം, ഇത് വേണം. ഇതൊന്നും പ്രോപ്പർ അവര് എക്സിക്യൂട്ട് ചെയ്യാത്ത കമ്പനീസാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിവിടെ ചെയ്തിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് ഏറ്റവും മിനിമലൈസ് ചെയ്ത കമ്പനീസൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. ഒരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രീതിയിലേക്കുള്ള സാധനങ്ങൾ ചെയ്തിട്ട് ഇവർ ഇതുവരെയായിട്ടും തുടങ്ങാതെ പോലെ ആൾക്കാരുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് കൺഫ്യൂഷൻ ആവാണ്, ഒരു സ്ട്രീം ലൈനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ അത് തുടങ്ങും, ഇതാക്കാതെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അവർക്ക് ഏറ്റവും സിമ്പിളായി വളരെ ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് ബേസിക് ഫീച്ചേഴ്സ് മാത്രം, ബേസിക് ആക്കാൻ പറ്റുമോ നോക്കണം മാക്സിമം. അങ്ങനെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് എന്താണ് എഫേർട്ട് കുറയും. എഫേർട്ട് പറഞ്ഞാൽ മറ്റേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് എവിടുന്ന് ഏത് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇന്ന ഫീച്ചർ അവിടെയാണ് ഇവിടെയാണെന്നെല്ലാം അറിയാം. പക്ഷെ ക്ലയൻസിന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അവർക്ക് ഇത് യൂസ് ചെയ്യാൻ സിമ്പിൾ ആണോ, സാറ്റിസ്ഫാക്ഷൻ നോക്കണം. അതൊക്കെ നമുക്ക് എന്താണ് മെല്ലെ മോണിറ്റർ ചെയ്തിട്ട് ഓക്കെ ഈ ഫ്ലോ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ടൈം ക്വിക്ലി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിനെ കൊണ്ടുവരാനും
ആ ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യണം. ഈ കാര്യങ്ങൾ കറക്റ്റ് വേ കൂടെ പോകും എന്നുള്ള ഒരു ചെറിയൊരു ട്രാക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഇതിലോട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലാത്തൊരു സ്റ്റാർട്ടപ്പ് അങ്ങനെ ചെയ്യരുത്. ഇവർക്ക് ഇപ്പൊ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിലേക്ക് പുള്ളി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പൊ കുറെ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ മാർക്കറ്റിങ്ങിന് കൊടുക്കാൻ മാർക്കറ്റിംഗിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും മാർക്കറ്റിൽ അക്സെപ്റ്റൻസ് കിട്ടും. അതെ, അതിനുശേഷം ട്രാക്ഷൻ ആയി കഴിഞ്ഞാല് അതിക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് ഹാപ്പി ആയിരുന്നു. മറ്റേത് മാർക്കറ്റിൽ ഇറങ്ങാത്ത സാധനം എത്രത്തോളം സക്സസ് ആവും പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ്. പിന്നെ ലക്ക്, അത് ഒരിക്കലും ഒരു ബിസിനസ് ലക്കില് കളിക്കാൻ നോക്കരുത്. റിയൽ കേസ് സ്റ്റഡിയിൽ റിയൽ സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് അത് നമുക്ക് അറിയാം. ഒരു ക്ലയന്റ് വരുമ്പോൾ അവിടെ സംസാരം കേട്ടാൽ അറിയാം എന്താണ് ഇവരെ കറന്റ് സിറ്റുവേഷൻ. ഇവര് അത് വേണം ഇത് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവര് എവിടെ എത്തുന്ന നമുക്ക് ഏകദേശം അറിയാം. സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അധികാലം പോകൂലേ എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം അറിയാം. പിന്നെ നമ്മൾ സജഷൻ കൊടുക്കും അവർക്ക്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഫസ്റ്റ് ബേസിൽ നല്ലത്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ ഇങ്ങനെ പുഷ് ചെയ്യും. പക്ഷെ ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, പിന്നെ അവർ പറയും അവരുടേതായിട്ടുള്ള ഒരു പ്ലാനാണ്, നമ്മൾ അങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ്, സത്യാവസ്ഥയിൽ അത് വെറുതെയാണ്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അത് നമുക്കറിയാം, നമ്മള് കുറെ ക്ലയൻസിനെ കാണാണല്ലോ. അപ്പൊ അവര് പലതും പല കൺസെപ്റ്റ് പറയും. അതിൽ ചിലത് വിജയിക്കാൻ ചാൻസ് ഉള്ള 99% നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയയിലായിരിക്കും നമ്മളൊരു വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു പ്ലാനിനനുസരിച്ച് ബെറ്റർ ആക്കിയിട്ട് സിമ്പിൾ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് അവരുടെ ഇത് പറഞ്ഞു. ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്, ഒരു 2-3 ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു ട്യൂഷൻ സെന്റർ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ ഓൺലൈനിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഓഫ്ലൈൻ സെക്ഷൻ എടുക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സസ് ചെയ്യുന്ന ഒരു ടീം ഓൺലൈനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് വരിക? അവരുടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്? ഇവരും ഒരു ലാർജ് സ്വിച്ചിങ് ചെയ്യുന്നതും അത്ര നല്ലതല്ലെങ്കിൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള ഒന്നും കൂടി ഇപ്പൊ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാം. ഇപ്പോഴുള്ള ഒരു ഫ്ലോനെ മനസ്സിലാക്കിയിട്ട് ഒന്നും ചെയ്യാം. പക്ഷേ ഹൈലി സെറ്റപ്പ് ആക്കിയിട്ട് ഇവർ തുടങ്ങാനായിട്ടില്ല ആരും അങ്ങനത്തെ അവര്. കാരണം എന്താ വെച്ചാൽ അതില് സംഭവം എന്താ വെച്ചാൽ ഹൈലി സെറ്റപ്പ് ആയിട്ട് തുടങ്ങുമ്പോൾ വെച്ചാൽ ഓഫ്ലൈനിൽ എടുത്ത സ്റ്റുഡൻസ് അല്ല ഇവിടെ വരാൻ പോകുന്നത്. അവിടുത്തെ സിസ്റ്റം അല്ല, എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആക്കുക. കാരണം ഓരോ ഫ്ലോ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഒരു സ്റ്റുഡൻസിനെ എടുത്ത് കൊണ്ടുവരുന്നതും അവർക്ക് ഒരു സക്സസ് കിട്ടിയ ഒരു ഫ്ലോ ഉണ്ട്. അത് റെക്കോർഡിംഗ് വേർഷനും ലൈവ് വേർഷനും ഒക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ടബിൾ ആയിട്ട് രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് എന്താണ് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. പക്ഷെ അവിടെ എന്താണ് പിന്നീട് എല്ലാവരും പറയണതെന്ന് തുടങ്ങിയതിന് ശേഷം ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഒരു ഉദ്ദേശിച്ച പ്ലാനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തുക, ഒരുപാട് കോംപ്ലക്സ് ഇല്ലാത്ത രീതിയിലേക്ക്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നീ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വാട്ടവർ അങ്ങനത്തെ ഒരു ആപ്പ് തുടങ്ങുകയാണ്, പുതിയൊരു ആപ്പ് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഇ-കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്പ്. ഈ ആമസോൺ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽ ചിലപ്പോൾ തോന്നാം. പക്ഷെ ഇത് പഠിക്കൽ ഇന്റെ നിർബന്ധം. നിന്റെ ആപ്പ്, ഈ ഉണ്ടാക്കിയ ആപ്പ് പഠിക്കണമാണെന്നുള്ളത് ഇന്റെ നിർബന്ധമല്ല. കാരണം എന്താണ്, ബ്രാൻഡല്ല, നിർബന്ധമല്ല, ഒരാൾ ചോദിക്കൂല. ബ്രാൻഡ് ആയി കഴിഞ്ഞാല് ഇവരിത് പഠിക്കാൻ തയ്യാറാവും. പുതിയ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാലും അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഏത് ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാലും കോംപ്ലക്സ് ആയാലും നമ്മളത് ഒഴിവാവില്ല, പഠിക്കാനത് ശ്രമിക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ബഗ് അടിച്ചാൽ പോലും അത് ചിലപ്പോ നമ്മളെ ഫോണിന്റെ പ്രശ്നമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുള്ളൂ, അല്ലെ? പക്ഷെ നേരെ മറിച്ച് ഞാനാണ് അല്ലെങ്കിൽ നീയാണ് ഒരു സോഷ്യൽ മീഡിയ തുടങ്ങുകയാണെങ്കിൽ അതില് ഇതെന്തോ ചിലപ്പോൾ പോലെ മൊബൈലിന്റെ പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മളെ ആപ്പിന്റെ പ്രശ്നമായിട്ട് എടുക്കുള്ളൂ. അപ്പൊ അതാണ്. അപ്പോൾ മെല്ലെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് ഡംപ് ചെയ്യാതെ കോംപ്ലക്സ് ആക്കാത്ത രീതിയിലേക്ക് ആക്കണം. കാരണം ഒരു യൂസർ ഫ്ലോ ഒരു ഇത് വേണം. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഒരു യൂസർ ഫ്ലോ തന്നെ എടുക്കാൻ നോക്കുക, അഡോപ്റ്റ് ചെയ്യുക. ഒരു സിമിലാരിറ്റി എന്തായാലും കൊണ്ടുവരാം, എന്നാൽ മാത്രമേ ഉള്ളൂ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് യൂസേഴ്സിന് പെട്ടെന്ന് അത് അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. അതെ, മനസ്സിലാക്കാൻ തിങ്ക്. കാരണം കണ്ടാൽ ഞാൻ ഓക്കെ ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലോ പോകുന്നത് എന്നുള്ളത് അവർക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും. അത്രയാണ്. കാരണം മേജറായിട്ട് നമ്മൾ ചെയ്യേണ്ട അങ്ങനെയാണ്, സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് എന്താണ് യൂസേഴ്സ് വന്ന് അവരെ മനസ്സിലാക്കി അതിനെ ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ലാർജ് സ്കെയിലേക്ക് പോകും. അവരെ ട്രീറ്റ് ചെയ്തിട്ട് ലാർജ് സ്കെയിലേക്ക്. കാരണം ഇവര് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം, കറക്റ്റ് ഫീഡ്ബാക്ക്, സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 ആൾക്കാരെ നമ്മൾ ഇതിനെ ആപ്പിൽ സെലക്ട് ചെയ്തിട്ട് എല്ലാവരോടും ചോദിക്കണം ഒരു പരിധി വരെ.
ഇതിലൊരു 8 പേരോ അല്ലെങ്കിൽ 7 പേര് സിമിലർ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യണം. ഒരാൾ പറഞ്ഞു എഴുതിയിട്ട് നമ്മൾ അതിന് നിൽക്കരുത്. അപ്പോൾ സിമിലർ ആയിട്ട് ഇപ്പോൾ ഒരു ആവറേജ് ഒരു 80% 70% ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. 100% അത് ആൾക്കാർക്ക് ഓക്കെ ആണോ കാര്യങ്ങൾ നോക്കി നിരന്തരമായി അപ്ഡേറ്റ് ചെയ്ത് അതിനെ ബെറ്റർ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ അവൾ സസ്റ്റെയിൻ ചെയ്ത് പോവുള്ളൂ. മനസ്സിലായല്ലേ? ഓക്കെ. മാർക്കറ്റിംഗ് നിർബന്ധമാണ്. മാർക്കറ്റിംഗ് പ്ലസ് എന്താണ്, മാർക്കറ്റ് ചെയ്ത ആൾക്കാരോട് എത്തുന്ന ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ആപ്പിൽ ചെയ്യേണ്ടത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് എന്തിന്റെ ഇതിലാണെങ്കിലും മെയിൻ ആയിട്ട് അതാണ്. വൺസ് നമുക്ക് അവരെ ഓൺ ബോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൺ ബോർഡ് ചെയ്തതിന് ശേഷം അവരെ ട്രീറ്റ് ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ബിസിനസ്സിലാണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പല ബിസിനസ് ഓണേഴ്സും അത് കൺസിഡർ ചെയ്യുന്നില്ല. വൺസ് അവർ ഓൺ ബോർഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും. ലൈക്ക് ഒരാള് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോ അവളെ നേടിയെടുക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ, സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എന്ന പോലെ തന്നെ ബിസിനസ്സിലും ആ ഒരു സംഭവം ഉണ്ട്. കാരണം ഈ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യും. കാരണം റെഫറൻസ് കൂടുതൽ നടക്കും. അപ്പൊ എന്താണ്, നമുക്ക് ആഡ് കോസ്റ്റ് കുറയും. ഒരു കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് കുറയുന്നത് എങ്ങനെയാണ്, ഇവർക്ക് ഇവിടെ എത്തിയതിനു ശേഷം നല്ല റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ആളോട് അവർ പറയും. എന്താണ്, ഇപ്പൊ ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ നമുക്ക് 20% എക്സ്പെൻസ് വന്നു, ഒരു പ്രൊഡക്റ്റിന് 20% 10% എക്സ്പെൻസ് വന്നു. ഈ എക്സ്പെൻസ് കുറക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, ഇവർ റെഫറൻസ് ത്രൂ 4 പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 കോസ്റ്റിലാണ് ഇവിടെ റെഫറൻസ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരാളെ കൊണ്ടുവരുന്നതിന്റെ 4 ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരാളെ കൊണ്ടുവരാൻ ആദ്യം വന്നത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിസൺ വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം. അതാണല്ലോ എല്ലാ ബിസിനസ്സിലും. നല്ല പ്രൊഡക്ട്സ് കൊടുത്താൽ മാത്രമാണ് അവിടെ ആ ഒരു സക്സസ് റേഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. പ്രൊഡക്റ്റും അതോടൊപ്പം അവരെ ട്രീറ്റ് ചെയ്യുമാണ്. അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോ സർവീസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള അവരെ എപ്പോഴും കറന്റിലായിട്ടുള്ള ഫോളോ അപ്സും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിലൊക്കെ എന്താ വെച്ചാല് വിജയിക്കണം എന്നുള്ളതും ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേ എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇതിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. ഒരിക്കലും നമുക്ക് ഒരു ക്വിക്ക് റിച്ച് എന്നുള്ള കൺസെപ്റ്റ് അല്ല, നമുക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എഫേർട്ട് എടുക്കാൻ പറ്റുന്നതാണ് 100% ഇതിൽ സക്സസ് ഉണ്ടാക്കുക. മറ്റേക്കാൾ ഈസിയാണ്. കാരണം ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ ഇത് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ ഏത് ലാംഗ്വേജ് ഇതിൽ എന്ത് കൊടുക്കാം. അതെ, നമുക്ക് ജസ്റ്റ് വൺസ് റെക്കോർഡ് ചെയ്യുക, അതിൽ അപ്ലോഡ് ചെയ്യാം, പിന്നെ ലൈവ് സെക്ഷൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ലൈവും സ്കെയിൽ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. വൺസ് വീക്ക്ലി ലൈവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പൊ ആ ഒരു മോഡലിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ട് ഒരു ഇൻട്രോ കൊടുക്കും. അതായത് ഇ ലേണിങ്ങിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ നമ്മൾ അവർക്ക് കൊടുക്കും. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇനി നമുക്ക് സംസാരിക്കാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ സംസാരിക്കാം.